റിസോർട്ടുകളിലാണ്. മലയാളികൾ ഒരുപാട് പൈസ കത്തിച്ച് വിദേശങ്ങളിലൊക്കെ ഒരുപാട് യാത്രകൾ നടത്തുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഇവരിൽ പല ആളുകളും കേരളത്തിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല എന്നതാണ് സത്യം. ഇപ്പോൾ മൂന്നാറിൻ്റെ കാര്യം എടുക്കുകയാണ്. ഓരോ തവണ കാണുമ്പോൾ വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളും ഇവരാരും കണ്ടിട്ടില്ല. നീ ദേവലോകറാണിയല്ലേ, ഏഴു സ്വരങ്ങളിൽ ഒരു ഗാനം, ഏഴു സുഖങ്ങളിൽ ഒരു രാഗം, ഏഴു ദിനങ്ങളിൽ ഒരു വാരം, ഏഴു നിറങ്ങളിൽ മഴ. ഇപ്പൊ നിൽക്കുന്ന മൂന്നാറിൽ പൊന്മുടി ഡാമിലെ എക്കോ പോയിന്റിലാണ്. ഇവിടെ വളരെ ഒരു മനോഹരമായ ഒരു വിഷ്വലാണ് വരുന്നത്. നമ്മളിപ്പോൾ വളരെ രാവിലെ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നോക്കൂ, ഈ മൂന്നാർ പൂർണ്ണമായും എത്ര പേര് കണ്ടിട്ടുണ്ട്? ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പല ആളുകൾ മൂന്നാറിൽ പോയിട്ടുണ്ടാവാം. പക്ഷേ അവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങളായാലും വലിയ വലിയ കാര്യങ്ങളായാലും ആളുകൾ അധികം കണ്ടിട്ടില്ല. സീസൺ സമയങ്ങളിലൊക്കെയാണെങ്കിൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. അവർ പല ആളുകളും ട്രാഫിക്കിൽ തന്നെ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഒന്നാമത് പല ആളുകൾക്ക് എന്താണ് അവിടെ കാണേണ്ടതെന്ന് നിധി കാത്തുനാഗഫണമായി ഉമിയിൽ കനലായി നിന്നെ കാത്തു ഞാനിരുന്നു കാവിൻ അറയിൽ. നിധി കാക്കുനാഗഫണമായി ഉമിയിൽ കനലായി നിന്നെ കാത്തു ഞാനിരുന്നു. മനത്ത് കാണുന്ന നക്ഷത്രമല്ല, മനസ്സിൽ പണിയുന്ന കൊട്ടാരമല്ല, മഞ്ഞിൽ വിരിഞ്ഞൊരു പൂവല്ല, കീനാവിൽ നെയ്തൊരു സ്വപ്നമല്ല. ദേവി പൊന്മുടി ഡാമായാലും അല്ലെങ്കിൽ ചിന്നക്കനാല് അല്ലെങ്കിൽ സൂര്യനെല്ലി, ഇതേപോലുള്ള നിരവധി സ്ഥലങ്ങൾ, അതേപോലെ തന്നെ ഓഫ് റോഡ് ഡ്രൈവിംഗ്, സൺറൈസ് കാണുവാനായിട്ടുള്ള ജീപ്പ് സഫാരി, ഇതെല്ലാം ഒരു പുതിയ അനുഭവമാണ്. ഒരു വാരം, ഏഴു നിറങ്ങളിൽ മഴവില്ലേ. സ്വപ്നത്തിൽ വാതിൽ ഞാൻ തുറന്നു വന്നു മരതകക്കാട്ടിൽ, പഞ്ചവർണ്ണ കിളി പാടി നിശാ സ്വപ്നത്തിൽ വാതിൽ ഞാൻ തുറന്നു വന്നു. ഇഷ്ടങ്ങൾ ഒരുപാടുണ്ട്, നഷ്ടങ്ങൾ അതിലേറെയുണ്ട്, ബന്ധങ്ങൾ ഒത്തിരിയുണ്ട്, വേദനകൾ കൂട്ടിനുണ്ട്. ദേവി ശ്രീദേവി നീ ദേവലോകറാണിയല്ലേ, റാണി മഹാറാണി നീ ദേവലോകറാണിയല്ലേ, ഏഴു സ്വരങ്ങളിൽ ഒരു ഗാനം, ഏഴു സുഖങ്ങളിൽ ഒരു കൊളുക്കുമല ട്രക്കിംഗ്, സൺറൈസ്, മീശപ്പുലിമല, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മനസ്സിന് വളരെ ഒരു കുളിർമ നൽകുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഇടയിൽ ഒരു ഡ്രാക്കുള ബംഗ്ലാവ്, അതൊരു ഒന്നൊന്നൊരു അനുഭവമായിരുന്നു. പക്ഷേ ഇത് കാണുന്ന ആളുകളോട് എനിക്ക് പറയുന്നത്, നിങ്ങൾ പേടിച്ച കാര്യമുണ്ട്, നിങ്ങളുടെ മനസ്സിന് നല്ല സ്ട്രോങ് ആണെങ്കിൽ മാത്രം ഡ്രാക്കുള ബംഗ്ലാവ് പോവുക. ഇനി ഇവിടെ ഇത്തവണത്തെ എൻ്റെ യാത്രയ്ക്ക് റിസോർട്ടുകൾ എനിക്ക് ബുക്ക് ചെയ്ത് എന്നെ വളരെ സഹായിച്ചത് camera.com എന്ന വെബ്സൈറ്റാണ്. camera.com വെബ്സൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഇവരെ സംബന്ധിച്ചിടത്തോളം 2000-ഓളം റിസോർട്ടുകളും പ്രൈവറ്റ് കോട്ടേജുകളും പൂൾ വില്ലാസും അടക്കമുള്ള ഒരു വലിയ ഡാറ്റ ഉള്ള ഒരു വെബ്സൈറ്റാണ് camera.com. ഇത് വെറും കേരളത്തിൽ മാത്രമല്ല, ഇവര് തമിഴ്നാട്ടിലും ഇവരുടെ അവിടുത്തെ റിസോർട്ടുകളുമായിട്ട് ഇവർക്ക് ഒരു ടൈപ്പ് ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എവിടെയെങ്കിലും നമുക്ക് യാത്രകൾ പോകുന്നവർക്ക്, ഞാൻ പറയുന്നത് വെറും മൂന്നാർ മാത്രമല്ല, കേരളത്തിലോ തമിഴ്നാട്ടിലോ എവിടെ പോകുന്ന ആളുകൾക്കും ഈ camera.com ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ
പുതിയ നല്ല അനുഭവങ്ങൾ വീണ്ടും ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ ഒരിക്കൽ കൂടി ഞാൻ മൂന്നാറിലേക്ക് വരുന്നതാണ്. നന്ദി.